എന്റേത് ഒരു പരീക്ഷണ വീഡിയോ ആണ്. ജീവിതത്തിൽ ആദ്യമായി കേക്ക് ഉണ്ടാക്കിയ കഥ. സാധനങ്ങളൊക്കെ വാങ്ങാൻ നേരം ചേച്ചിയെ കൊണ്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് ലീവ് ഇല്ലാത്തത് കൊണ്ടും പെട്ടെന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നത് കൊണ്ടും ആ പരിപാടി അങ്ങ് ഞാൻ ഏറ്റെടുത്തു. പിന്നെ ഞാൻ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടാണ് അറിയത്തില്ലേ കൂടെ ആ പണി അങ്ങ് ഏറ്റെടുത്തത്. യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും വെറും കേക്കല്ല, നമ്മുടെ ട്രിവാൻഡ്രത്തെ ഫേമസ് ആയ മാത്യൂസ് കേക്കിന്റെ ഒരു അപരം എന്നൊക്കെ പറയാം. മാത്യൂസ് കേക്കിന്റെ എക്സാക്ട് റെസിപ്പി നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഏകദേശം അറ്റത്തോടെ പോകുന്നതിൻ്റെ റെസിപ്പിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് ഒരു ബൗളിൽ ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും മൈദയും കൂടെ എടുത്ത് നന്നായിട്ട് അരിച്ചെടുത്ത് വെക്കുക. പിന്നെ വേറൊരു ബൗൾ എടുത്തിട്ട് മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. അതിലോട്ട് പൗഡേർഡ് ഷുഗർ ചെയ്ത് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ കേക്കിന് എങ്ങനെയെങ്കിലും കുറച്ച് ടേസ്റ്റ് ഉണ്ടാവട്ടെ എന്ന് ഓർത്തിട്ട് ബട്ടറാണ് ഇവിടെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ആക്കാം. ഞാനിവിടെ എക്സാക്ട് റെസിപ്പി പറഞ്ഞു പോകുന്നില്ല, കാരണം യൂട്യൂബിൽ ഓൾറെഡി കുറേ റെസിപ്പി വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നമുക്ക് ഓവൻ ഇല്ലാത്തത് കൊണ്ട് ഒരു ബിരിയാണി ചെമ്പ് എടുത്തിട്ട് അത് കുറച്ച് നേരം പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൽ ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു ഫ്രോസ്റ്റിംഗ് ക്രീം റെഡിയാക്കണം. അതിനായിട്ട് ജസ്റ്റ് ബട്ടറും പൗഡേർഡ് ഷുഗറും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി വെച്ചാൽ മതി. ഒരു സിമ്പിൾ കേക്ക് റെസിപ്പിയാണ്, പെട്ടെന്ന് തീരും. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ബേക്ക് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേച്ചി കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് എസ്തെറ്റിക് ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്തായാലും ആ ആഗ്രഹം നടന്നില്ല. എൻ്റെ കേക്ക് ഫ്ലോപ്പ് ആണോ അതോ പാസ് ആണോ എന്ന് ഞാൻ എന്തായാലും അടുത്ത ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, കാരണം ഇതിൻ്റെ ലെങ്ത് കൂടിപ്പോകും. ഏറ്റവും ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.